ബി ഗോപാലകൃഷ്ണൻ കൂടി ചർച്ചയിൽ ചേരുകയാണ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, കൃത്യമായി തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട് ഈ പ്രക്രിയകളെല്ലാം ശബരിമലയിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ പ്രിമിസസിനുള്ളിൽ തന്നെ വെച്ച് തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളത്. ആദ്യഘട്ടത്തിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ സ്പോൺസർ ബാർ നൽകുന്ന വസ്തുക്കൾക്ക് കേടുവരികയാണെങ്കിൽ ആദ്യം ഈ സ്പോൺസറെയാണ് സമീപിക്കേണ്ടത് എന്നും പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു നീക്കവും തുടക്കത്തിലെ നടത്തിയില്ല എന്ന് മാത്രമല്ല, ശബരിമലയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാനുള്ള അനുമതിയും ദേവസ്വം ബോർഡ് നൽകുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് എത്തുന്നു. ഇതിൽ ദേവസ്വം ബോർഡ് ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള ഒളിച്ചുകളി നടത്തുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായ അവസരം മുതലെടുക്കുന്നുണ്ട്. അയാൾ വലിയ ധനികനായി മാറുന്നുണ്ട്. ഇയാൾ കൊത്താശ ചെയ്തുകൊണ്ട് നീങ്ങുന്ന ഒരു സമീപനം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുകൂടിയല്ലേ ശ്രീ ബി ഗോപാലകൃഷ്ണൻ അനുമാനിക്കേണ്ടത്? ഈ അനുമാനത്തിനൊന്നും അനുമാനമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ചിത്രം കണ്ടു. ആ ചിത്രത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മയും ഇവിടുത്തെ മുഖ്യമന്ത്രിയും തമ്മിൽ വളരെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു. മുഖ്യമന്ത്രി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേർക്ക് ഏതാണ്ട് ഒരു സ്വന്തം അനുജനോടോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത പാർട്ടി പ്രവർത്തകനോടോ സംസാരിക്കുന്നത് പോലെ വളരെ 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 ക്ലോസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ചിത്രം ഞാൻ കണ്ടു. മാത്രമല്ല, ഏതോ ഒരു സ്വർണ്ണക്കടയുടെ ഒരു പ്രചരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിലും ഞാൻ ഈ പിണറായി വിജയനെയും അതുപോലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കണ്ടു. അപ്പോൾ ഒരു കാര്യം ഞാൻ വെറുതെ ചോദിക്കുകയാണ് കേട്ടോ, ജനം ചാനൽ കാണുന്ന ഇവിടുത്തെ പ്രേക്ഷകർ അവരറിയണം, ഈ പിണറായി വിജയൻ്റെ സർക്കാർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ എന്തേ ഒരു അന്വേഷണം നടത്താത്തത്? ഇത്രയും കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ശബരിമലയിലെ വിശ്വാസികളെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ബാന്ധവങ്ങളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ ഹൈക്കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിട്ടുള്ള ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണത്തിൻ്റെ അളവ് കുറഞ്ഞു പോയ കാര്യം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദേവസ്വം ബോർഡിലെ ആരോടും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടൊരു അന്വേഷണ കമ്മീഷൻ വെച്ചു. പക്ഷെ എൻ്റെ ചോദ്യം, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണം നടക്കുന്നില്ല? അതുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആലിബാബയും 41 കള്ളന്മാരും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനകത്തെ ആലിബാബയ്ക്ക് ഒരല്പം എന്താ പറയുക, ഒരു സോഷ്യൽ മൈൻഡുണ്ട്, ഒരു മാനുഷിക ബന്ധമുണ്ട്. ഇവിടുത്തെ കള്ളന്മാർക്ക് ഒരു മാനുഷിക ബന്ധവുമില്ല. ഇവിടുത്തെ ആലിബാബ ദേവസ്വം മന്ത്രിയാണ്. ഇവിടുത്തെ 41 കള്ളന്മാർ ഈ ബോർഡ് ചെയർമാൻ അടക്കമുള്ള, ബോർഡ് പ്രസിഡൻ്റ് അടക്കമുള്ള സകല ആളുകളാണ്. ബോർഡ് പ്രസിഡൻ്റ് ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്, ബോർഡ് പ്രസിഡൻ്റ് മിനിഞ്ഞാന്ന് പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പിണറായി വിജയൻ്റെ 10 വർഷത്തെ ഭരണത്തിൻ്റെ ഉള്ളിൽ ഇവിടെ സ്വർണം അടിച്ചു മാറ്റുന്നത്, ക്ഷേത്ര സ്വത്തുക്കളിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റുന്നത് കൂടിയിട്ടുണ്ട്. അത് ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ല, തൃശ്ശൂരിലെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് പോകുന്നുണ്ട്, ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്ന് പോകുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും സ്വർണം പോകുന്നു, വിഗ്രഹത്തിൽ ചാർത്തിയിട്ടുള്ള മാലകൾ പോകുന്നു, വിളക്ക് അടിച്ചു മാറ്റുന്നു. അവിടുത്തെ രജിസ്റ്ററിൽ ഭക്തന്മാർ കൊടുക്കുന്ന കാണിക്കയെക്കുറിച്ചോ ഭക്തന്മാർ കൊടുക്കുന്ന സ്വർണത്തെക്കുറിച്ചോ ഭക്തന്മാർ കൊടുക്കുന്ന മറ്റ് ഭഗവാന് സമർപ്പിക്കുന്ന ഗിഫ്റ്റുകളെക്കുറിച്ചോ രജിസ്റ്ററിൽ ഇല്ല. ഞാൻ പൂർണ്ണത്രയ ക്ഷേത്രത്തിൽ നമ്മുടെ തൃപ്പൂണിത്തറയിൽ പോയപ്പോൾ അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അവിടുത്തെ ദേവസ്വം ആയി ബന്ധപ്പെട്ട ആൾ എന്നോട് പറഞ്ഞത്, അവിടെയൊക്കെ കേസുകളാണ്, അവിടെയൊക്കെ കാണാനില്ല സാധനങ്ങൾ. കേരളത്തിലെ ഏതാണ്ട് എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്ഥിതി ഇതാണ്. മലബാർ ദേവസ്വം ബോർഡ് ഹൈക്കോടതി കൊടുത്ത അഫിഡവിറ്റ് പ്രകാരം 25,000 ഏക്കർ ക്ഷേത്രഭൂമിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 25,000 ഏക്കർ. അത് തിരിച്ചു പിടിക്കുവാൻ വേണ്ടി ഹൈക്കോടതി തന്നെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് ഒരാളെ ഗവൺമെൻറ് വെച്ചു. 1 സെൻറ്റ് തിരിച്ചു പിടിച്ചിട്ടില്ല. 1 സെൻറ്റ്. എന്താ കാരണം? എന്തുകൊണ്ട് തിരിച്ചു പിടിച്ചിട്ടില്ല? എന്താണ് കാരണം? ഞാൻ ചോദിക്കട്ടെ, ഇത് വേറെ ഏതെങ്കിലും ഒരു മതസ്ഥാപനങ്ങളുടെ, വേറെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ സ്വത്തായിരുന്നെങ്കിൽ ഇങ്ങനെയാണോ ഗവൺമെൻറ് ചെയ്യുക?
ഇവിടെ ഇപ്പം 4-5 ദിവസമായി ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യം നടക്കുകയാണ്. അപ്പോഴാണ് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സമ്മേളനം. എന്തായാലും ഞാനിവിടുത്തെ ഹിന്ദുക്കൾക്കൊരു പ്രണാമം അർപ്പിക്കുക. കാരണം ആഗോള അയ്യപ്പ സംഗമത്തെ ആളില്ല അയ്യപ്പ സംഗമമാക്കി. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഇവിടുത്തെ ഹിന്ദുക്കൾക്കൊരു ഹിന്ദു വികാരവും ഇല്ല, ക്ഷേത്ര വികാരവും ഇല്ല, അയ്യപ്പ വികാരവും ഇല്ല. ഈ 41 ദിവസം വ്രതം എടുത്ത് ശബരിമലയിൽ പോയി വരുന്നത് സ്വന്തം കാര്യം എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് ഭഗവാനെ അയ്യപ്പ എനിക്ക് എന്തെങ്കിലും കിട്ടണേ എന്ന് പറയാനല്ലാതെ ഒരു ക്ഷേത്രത്തോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ക്ഷേത്രത്തോട് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ തോന്നിവാസം ചെയ്ത ആളുകളെ വീണ്ടും വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരുമോ? നിങ്ങൾ ആചാര ലംഘനം നടത്തിയത് 2019 ആചാര ലംഘനം നടത്തുന്നതിന് ഞാൻ ഇന്നൊരു ലേഖനം വായിച്ചു. ആ ലേഖനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ നിങ്ങൾക്ക്? ഈ ഭഗവാന്റെ സ്വത്ത് കയ്യിലെടുക്കുന്ന ഏത് കള്ളനും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാവും. എൻ്റെ ഭഗവാനെ ഞാൻ സ്വത്തടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വല്ലതും പറ്റുമോന്ന്. അപ്പോൾ അതിനുള്ള പ്രതിവിധി എന്താ അറിയോ? ഭഗവാന്റെ ശക്തി ഇല്ലാതാക്കുക. ഈ വിഗ്രഹത്തിൽ ശക്തി വരുന്നത് എപ്പോഴാണ്? വിഗ്രഹത്തിൽ ശക്തി വരുന്നത് മന്ത്രോച്ചാരണത്തിലൂടെ, ആചാരത്തിലൂടെ, ലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസത്തിലൂടെയൊക്കെയാണ് ഈ വിഗ്രഹത്തിൽ ശക്തി വരിക. ശക്തി ചോർന്നു പോയാൽ പിന്നെ ആ വിഗ്രഹത്തിലേക്ക് ആരും വരില്ല. ശബരിമല എന്ന് പറയുന്നത് ഒരു ആഗോള ഭഗവാൻ, ആഗോള അയ്യപ്പ വിശ്വാസികളുടെ ഒരു കേന്ദ്രമായിട്ട് ശബരിമല മാറുന്നത് അവിടുത്തെ മന്ത്രോച്ചാരണം കൊണ്ടാണ്, അവിടുത്തെ നിത്യനിദാന പൂജകൾ കൊണ്ടാണ്, അവിടുത്തെ എന്താ പറയുക ആ പൂജാവിധികൾ കൊണ്ടാണ്. എന്നു മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വാമിയേ ശരണമയ്യപ്പ എന്നുള്ള വിളിയാണ്. അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്. അത് 41 ദിവസം വ്രതമെടുത്തിട്ടാണ്. അത് തട്ടിപ്പും വെട്ടിപ്പുമല്ല. അത് ഒരു മിനിറ്റ് ഞാനിപ്പോൾ തീർക്കാം, ഞാനിപ്പോൾ ഒന്നല്ലേ ഉള്ളൂ, ഇപ്പം തീർക്കാം. ഈ തട്ടിപ്പും വെട്ടിപ്പുമല്ലാതെ ഹൃദയ വികാരത്തിൽ നിന്ന് വരുന്ന ആ ശരണം വിളിയാണ് അവിടുത്തെ ശക്തി. ശരണം വിളിക്കരുത്. ഇവരുടെ തിട്ടൂരെന്താ? ശരണം വിളിക്കരുത്, ശക്തി ക്ഷയിപ്പിക്കുക. അടുത്തെന്താ? കട്ടോണ്ട് പോവാൻ ആചാരലംഘനം നടത്തി. സാധാരണ ക്ഷേത്രത്തിൽ കയറി ഒരു കള്ളൻ മാല മോഷ്ടിക്കുകയാണെങ്കിൽ ആ കള്ളൻ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം? ആ കള്ളൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരു ലേഖനം ഞാൻ വായിച്ചതാണ്. മനുഷ്യമലം ആ ക്ഷേത്രത്തിൻ്റെ ആ പരിപാവനമായ ആ ദേവവിഗ്രഹം ഉള്ള സ്ഥലത്ത് ഇടുന്ന പറയുക. ആ മലമിട്ടാൽ പിന്നെ ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം കെടും. പിന്നെ നിങ്ങൾക്ക് എന്തു വേണേലും അവിടെ നിന്ന് അടിച്ചു മാറ്റാം. എനിക്ക് സംശയമുണ്ട്, വളരെ ബോധപൂർവമായിട്ട് 2019 സുപ്രീം കോടതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആചാര ലംഘനം നടത്താൻ യുവതികളെ കൊണ്ടുവരാൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ പോലും നിങ്ങൾ നോക്കിക്കോ. ഈ സാധനം പോയത് 2019 ആചാര ലംഘനം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ദ്വാരപാലകന്മാരുടെ ശില്പത്തിലെ സ്വർണ്ണപ്പാളിയും പോയത്. എൻ്റെ ഒരൊറ്റ ചോദ്യമാണ്, 2019 കൊണ്ടുപോയി. അപ്പോൾ സ്വർണം 40 ദിവസം വൈകിച്ചു. തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഇവന്മാർ തൂക്കിയില്ല, സ്വർണം കുറവെന്ന് കണ്ടു. അവർ തന്നെ വീണ്ടും 2025 കൊടുക്കേണ്ടതിനാ ഞാൻ ചോദിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ എന്താ പറയുക വാതിൽ കൊടുത്തു. ഈ ഭഗവാന്റെ സ്വത്തെന്ന് പറഞ്ഞാൽ മൈനറാണ്. മൈനർ സ്വത്ത് മാറ്റാനുള്ള അവകാശം ആർക്കും ഇല്ല. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന്, ക്ഷേത്ര സാകേതത്തിൽ നിന്ന് ഈ സ്വത്തുക്കൾ കൊണ്ടുപോകാൻ പാടില്ല. എന്നിട്ടും ഇവിടെ പ്രധാനപ്പെട്ട ചുമതലപ്പെട്ട സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ തന്നെ ഈ സാധനം കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ഞാൻ ബലമായി സംശയിക്കുന്നു. അതുകൊണ്ടാണ് ജനം ബ്രേക്കിംഗ് എന്ന് വന്നത്. ഇത് ദേവസ്വം പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി വളരെ കൃത്യമായി പറയുന്നു, ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള കൊള്ള സംഘം, സർക്കാർ വക കൊള്ള സംഘമാണ് ഈ ദേവസ്വം ബോർഡിൽ ഈ തോന്നിവാസം നടത്തിയിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇന്ന് ദ്വാരപാലക ശില്പം, നാളെ അയ്യപ്പ വിഗ്രഹം അടക്കം ഇവരടിച്ചു മാറ്റും. വളരെ ശക്തമായ ഹിന്ദു പ്രക്ഷോഭം ഉണ്ടാവണം ഈ വിഷയത്തിൽ. ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന കാര്യമല്ല. ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള ദേവസ്വമാണ് ഈ കൊള്ളസംഘത്തിന്റെ പിന്നിൽ. അത് അനുമാനമല്ല, അത് യാഥാർത്ഥ്യമാണ്. അതെ, തീർച്ചയായും. അതുകൊണ്ടാണല്ലോ 5/7/2019 ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തന്നെ വന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ചെമ്പുപാളികൾ
സ്വർണം പൂശുന്നതിനായി നൽകണം എന്നുള്ളത്. അതുതന്നെയാണ് ജനം ടി വി ഇന്ന് ബ്രേക്കിംഗ് ന്യൂസായി കൊണ്ടുവന്നത്. കാരണം ഇന്ന് രാവിലെയാണ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയത്. യാതൊരു തരത്തിലുള്ള ഇടപെടലും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അതിന് തൊട്ടുപിറകെയാണ് ജനം ടി വി ആ ഉത്തരവിന്റെ പകർപ്പുമായി പൊതുസമൂഹത്തിലേക്ക് എത്തുന്നത്.